ശബരി റെയിൽ പദ്ധതി മുന്നോട്ട് പോകാത്തതിനു കാരണം മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരുമെന്ന് കോൺഗ്രസ് എംപിമാർ. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകിയാൽ ശബരി റെയിൽവേ പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ട് പോകുമെന്ന് കേന്ദ്ര റെയിൽ മന്ത്രി അറിയിച്ചതായും കോൺഗ്രസ് എംപിമാർ പറഞ്ഞു. ഇന്നലെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് എംപിമാർ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ടത്. 2019 ശേഷം ഫ്രീസ് ചെയ്ത ഈ പദ്ധതിക്ക് ഇപ്പോൾ ചെറിയൊരു അനക്കമുണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ എംപിമാർ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രിയുമായി കണ്ടിരുന്നു. ആ റെയിൽവേ മന്ത്രിയുമായി കണ്ടതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം എംപിമാരുടെ കോൺഫറൻസ് നടന്നപ്പോൾ ഞങ്ങൾ ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അത് കത്ത് കൊടുക്കും എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ലഭിച്ചത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രിയെ കണ്ടു. റെയിൽവേ മന്ത്രിയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്പം ഒരു സ്വാഗതാർഹമായി ഞങ്ങൾക്ക് തോന്നാൻ കഴിഞ്ഞത്, ഫ്രീസ് ചെയ്ത ഈ പദ്ധതി ഡീഫ്രീസ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു, റെയിൽവേ ബോർഡ് തീരുമാനിച്ചു. അജീഷ് ജയകുമാറാണ് ചേരുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഇത് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ ആ രീതിയിലാണോ ഇപ്പോൾ എംപിമാർ ഈ രീതിയിൽ വിമർശനവുമായി എത്തിയിട്ടുള്ളത്? ഈ പദ്ധതി ഇങ്ങനെ വൈകാൻ കാരണം സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ, പ്രത്യേകിച്ച് ഇടത് സർക്കാരിന്റെ അനാസ്ഥ എന്നാണ് UDF എംപിമാർ ആരോപിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇതിന് 50% പണം മുടക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. ആ സമയത്ത് ഈ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രവും മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അതിനുശേഷം 2016 LDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ആ ധാരണയിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് UDF എംപിമാർ ആരോപിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ഇത് സംബന്ധിച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെ ഈ പദ്ധതി വീണ്ടും യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതിന്റെ തുടക്കമായിരുന്നു ആ കൂടിക്കാഴ്ച. സ്ഥലം ഏറ്റെടുത്തു നൽകി കഴിഞ്ഞാൽ ഈ പദ്ധതി നടപ്പിലാക്കാമെന്നായിരുന്നു അന്ന് കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചിരുന്നത്. അതിന്റെ പിന്നാലെയാണ് UDF എംപിമാരും കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടത്. ഈ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം തന്നെ ആവർത്തിക്കുകയാണ് റെയിൽവേ മന്ത്രി ചെയ്തത്. നിലവിൽ ഈ പദ്ധതി അതിന്റെ തുടക്കഘട്ടത്തിലാണ് ഉള്ളത്. അതായത് ഈ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ നിലവിൽ 2862 പേരുടെ ഭൂമി ഏറ്റെടുക്കാനായിട്ട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഏരിയൽ സർവേ അടക്കം കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ ഭൂമി വിട്ടു നൽകാൻ അവർ സമ്മതപത്രം അറിയിച്ചിരുന്നെങ്കിലും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇതുവരെയ്ക്കും ആയിട്ടില്ല. 97 അതാണ് അന്നത്തെ റെയിൽവേ ബഡ്ജറ്റിലാണ് ഈ പദ്ധതി അതിനെക്കുറിച്ച് പ്രഖ്യാപനം ഉണ്ടാകുന്നു. പിന്നെ ഏതാണ്ട് 3 പതിറ്റാണ്ടോളം ആകുന്നു ഈ 111 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ നിർദ്ദിഷ്ട അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതി. പക്ഷേ ഇതുവരെയ്ക്കും ഈ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോക്കുണ്ടായില്ല. എന്തായാലും ഇപ്പോൾ UDF എംപിമാർ പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ മാസം റെയിൽവേ മന്ത്രിയെ കണ്ടതും അതിനുശേഷമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ ഡീഫ്രീസ് ചെയ്തുള്ള നടപടിയടക്കം പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ സംസ്ഥാനം കൂടുതൽ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടണം, ഈ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ വേഗത കൂട്ടണമെന്നാണ് UDF എംപിമാർ നിലവിൽ ആവശ്യപ്പെടുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്.